നമുക്കൊരു കരിമ്പിൻ ജ്യൂസ് അടിക്കാൻ പോവാം. ജ്യൂസ് കഴിക്കാനായിട്ട് 10 കിലോമീറ്റർ ദൂരെ പോവാണ്. കരിമ്പിൻ ജ്യൂസ്, അതുപോലെ നമുക്ക് ഉപ്പിലിട്ട നെല്ലിക്ക, പൈനാപ്പിൾ, നമ്മൾ ട്രഡീഷണൽ ആയിട്ട് പണ്ട് കഴിച്ച അതേ ഒരു ടേസ്റ്റിനകത്ത് അവർ നമുക്ക് തരുന്നു. അപ്പം അത്രയും ക്വാളിറ്റിയുള്ള കടയാണ്. കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ വഴിക്ക് പോകുമ്പോൾ എപ്പോഴും ആ കരിമ്പിൻ ജ്യൂസ് കുടിക്കാന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവും. ഈ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ഉപ്പിലിട്ട സാധനങ്ങളുണ്ട്, നെല്ലിക്കയുണ്ട്, മാങ്ങയുണ്ട്, പൈനാപ്പിൾ ഉണ്ട്. ടേസ്റ്റ് യു ക്യാൻ ഏബിൾ ടു ഹാവ് ഇറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും വണ്ടർഫുൾ ടേസ്റ്റി ആൻഡ് ഗ്രേറ്റ് എക്സ്പീരിയൻസ്. നമുക്ക് പോയിട്ടേ കഴിച്ചിട്ട് വരാം. കരിമ്പിൻ ജ്യൂസ് ഉണ്ട്, പിന്നെ നാടൻ ജ്യൂസ് കടയുണ്ട്. ഇത് ആലത്തൂർ ഇവിടെ ഹൈവേയുടെ സൈഡായിട്ട്, ഇരട്ടക്കുളത്തിന്റെ മുമ്പായിട്ട് കരിമ്പിൻ ജ്യൂസ് അടിക്കാം. എനിക്ക് കരിമ്പ് ജ്യൂസ്, കാരണം കരിമ്പ് ജ്യൂസ് എന്ന് പറയുമ്പോഴേ ഗ്ലൂക്കോസ് അടങ്ങിയിട്ടുള്ളതല്ലേ, നമുക്ക് കുറെ എനർജറ്റിക് ആയിട്ട് നമുക്ക് ഈ ഇപ്പൊ നമ്മുടെ കാലാവസ്ഥ കുറച്ച് കരിമ്പിൻ ജ്യൂസ് കഴിച്ചാലുണ്ടാവുന്ന ഒരു ഇതുണ്ട്. തീർച്ചയായിട്ടും കരിമ്പിൻ ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കരിമ്പിൻ ജ്യൂസിൽ അവർ ഉപയോഗിക്കുന്നത് ആദ്യം കുറച്ച് ഐസ് എടുത്തിട്ട് നമുക്കൊന്ന് കൂളാകാൻ വേണ്ടിയിട്ട് അവരുടെ കരിമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇതിൻ്റെ ഉള്ളിലൂടെ പാസ് ചെയ്തിട്ട് അത് ജ്യൂസായിട്ട് വരും. പക്ഷെ ഒരു പ്രാവശ്യം പാസ് ചെയ്തതിന് ശേഷം അത് കൃത്യമായിട്ട് എത്ര വേണമെങ്കിലും നമുക്കത് കിട്ടും. കരിമ്പിൻ ജ്യൂസിൻ്റെ ഒരു പ്രത്യേക ഒരു ഇതാണ്. അപ്പോൾ ആ മിഷൻ നല്ല കഷ്ടപ്പെട്ടിട്ട് മാനുവലായിട്ടുള്ള മിഷനാണ്. അപ്പോൾ അതിൻ്റെ ജ്യൂസ് വരണമല്ലോ, കാണാൻ പറ്റും. ജ്യൂസ് അങ്ങനെ പിഴിഞ്ഞ് നല്ല നാച്ചുറലായിട്ടുള്ള കരിമ്പിൻ്റെ ജ്യൂസാണ്. അപ്പോൾ അവർ കുറച്ച് ഐസൊക്കെ ഇട്ടിട്ടുണ്ട്. ആ കണ്ടിയൊക്കെ ചെയ്തിട്ട് നമുക്ക് രണ്ട് കരിമ്പിൻ ജ്യൂസാണ് ചെയ്യുന്നത്. അത് മാക്സിമം അതിൻ്റെ ഫ്ലൂയിഡ് അതിൻ്റെ എടുത്തിട്ട് നമ്മൾ പാത്രത്തിലാക്കി തരും. ഫാന്റാസ്റ്റിക് ജ്യൂസാണ്. കണ്ടോ, കറക്റ്റ് വെള്ളം വരുന്നുണ്ട്. കണ്ടോ, അത് കഴിഞ്ഞ ഉടനെ തന്നെ ആ കരിമ്പിൻ്റെ മുഴുവൻ എസൻസ് വരുന്നുണ്ട്. നല്ല രീതിയിൽ അതിൻ്റെ എസൻസ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ജ്യൂസ് എന്ന് പറയുന്നത് നല്ല നാച്ചുറലാണ്. ഒരു തരത്തിലുള്ള മിക്സിങ് ആഡ് ചെയ്തിട്ട് പിന്നെ അവർ ഇടയ്ക്ക് നാരങ്ങ ആഡ് ചെയ്തിട്ട് ഒപ്പം തന്നെ. അപ്പോൾ ആ കരിമ്പിൻ ജ്യൂസ് 2 ഗ്ലാസ്സുകളിലാക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട അവർ സ്ട്രോ ഉപയോഗിച്ചിട്ട് നമുക്ക് തരികയാണ്. അപ്പോൾ അതിൻ്റെ കളർ തന്നെ നാച്ചുറലായിട്ടുള്ള കരിമ്പിൻ ജ്യൂസാണ്. അവരിതിൽ കുറേ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്, നാരങ്ങയൊക്കെ ഇട്ടതുകൊണ്ട്. ഇത് എങ്ങനെ ഉണ്ടാക്കിയിരിക്കണേ? മാങ്ങ എങ്ങനെ ഉണ്ടാക്കി? ഉപ്പിലിട്ടാണോ? ഉപ്പുവെള്ളവും പച്ചമുളകും കൂടെ മിക്സ് ചെയ്തിട്ട് അവിടെ ഇട്ട് വെച്ചിരിക്കുകയാണ്. സൂപ്പർ. ഭയങ്കരമായിട്ട് ഉപ്പ് നിറഞ്ഞ ഒരു ഇതാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഇതാ, വാവ്. അപ്പോൾ സൂപ്പർ. പിന്നെ പൈനാപ്പിൾ ഉണ്ട്. പൈനാപ്പിൾ ഇതുപോലെ ഉപ്പിട്ട് വെച്ച പൈനാപ്പിളാണ്. ഉപ്പും മുളകും അല്ലേ? ഉപ്പും മുളകും ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ നെല്ലിക്ക നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ സ്ഥലം ഇരട്ടക്കുളത്തിന് മുമ്പ്, എവിടെ? ബൈപ്പാസിന് ആലത്തൂർ ടൗൺ കഴിഞ്ഞ് സൗദി ജംഗ്ഷൻ കഴിഞ്ഞ് വരുമ്പോൾ ഇരട്ടക്കുളത്തിന് മുമ്പായിട്ട് വരുന്ന സ്ഥലമാണിത്. അതെ, ഇരട്ടക്കുളം ആലത്തൂരിന് ഇടയ്ക്കല്ലേ? ഹൈവേയുടെ ഭാഗത്തായിട്ട് തൃശ്ശൂർക്കോ പാലക്കാട്ടേക്കോ പോകുന്ന ഏതൊരാൾക്കും കഴിക്കാൻ പറ്റുന്ന ഹൈവേയിലുള്ള ഒരു കരിമ്പ് ജ്യൂസ് കടയാണ്. പേര് ഇളനീർ കരിമ്പ് ജ്യൂസ്.